സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്ന തനി നാടനായിട്ട് നമ്മൾ സംസാരിക്കുന്ന സെൻറ്റൻസുകളുടെ ഇംഗ്ലീഷ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വിവിധ സന്ദർഭങ്ങളിലാണ് ഇത് പഠിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം ഗ്രീറ്റിങ്സ്. ആദ്യം ആരെങ്കിലും കാണുമ്പോഴുള്ള അഭിവാദ്യമാണ് ഗ്രീറ്റിങ്സ്. നമസ്കാരം, എന്നാണ് വിശേഷം? സുഖം തന്നെ, എന്നാണ്ട്? ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഐ എം ഫൈൻ, താങ്ക് യു, ഹൗ ആർ യു? ഇവിടെ ഗുഡ് മോർണിംഗ് എന്നുള്ളത് രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഗുഡ് മോർണിംഗ്. 12 തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഗുഡ് ആഫ്റ്റർനൂൺ. 5 മണി തൊട്ട് രാത്രി 12 മണി വരെ ഗുഡ് ഈവനിങ് ആണ് നമ്മൾ പറയേണ്ടത്. എന്നാണ്ടോ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. നിനക്കെന്നാ ഉണ്ട്? ബ്രോ, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? പ്രിറ്റി ഗുഡ്, ഹൗ അബൌട്ട് യു? ഊയ്, എന്നാണ്ടാ? ഓ, ഒന്നുമില്ല, എന്നാണ്ട്? ഹായ്, വാട്ട്സ്ആപ്പ്? നോട്ട് മച്ച്, വാട്ട് അബൌട്ട് യു? ഇവിടെ നമുക്ക് എങ്ങനെ നന്ദി പറയാമെന്ന് പഠിക്കാം. ഹൗ ടു താങ്ക് പീപ്പിൾ. സാഹചര്യം വളരെ നന്ദി കേട്ടോ. ഓ, അതൊന്നും വലിയ വിഷയമൊന്നുമില്ലതേ. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. നോ പ്രോബ്ലം. എൻ്റെ ബാഗ് പിടിച്ചതിന് നന്ദി കേട്ടോ. ഓ, അതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലതേ. അല്ലെ നമുക്ക് പറയാം, സന്തോഷം കേട്ടോ. താങ്ക് യു ഫോർ ക്യാരിങ് മൈ ബാഗ്. ഡോണ്ട് മെൻഷൻ ഇറ്റ്. ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു. നമുക്കെങ്ങനെ സോറി പറയാം? ഹൗ ടു സേ സോറി. താമസിച്ചൊരു സോറി കേട്ടോ. ഓ, അതൊക്കെ ഓക്കെയാണ്. ഐ അപ്പോളജൈസ് ഫോർ ദ ഡിലേ സർ. ഐ സിൻസിയർലി അപ്പോളജൈസ് ഫോർ ഇറ്റ്. ദാറ്റ്സ് ഫൈൻ, ഒന്നും കുഴപ്പമില്ല. ഓ, ക്ഷമിക്കണം കേട്ടോ. സോറി അബൌട്ട് ദാറ്റ്. താമസിച്ചു, ക്ഷമിക്കണം കേട്ടോ. ഓ, ഞാനും ഇപ്പം ഇങ്ങനെ വന്നേ ഉള്ളത്. സോറി, ഐ ആം ലേറ്റ്. നോ പ്രോബ്ലം, ഐ ഹാവ് ഓൺലി ജസ്റ്റ് ഗോട്ട് ഹിയർ മൈസെൽഫ്. സോറി കേട്ടോ, ഇന്നലെ ഞാൻ കുറച്ച് മോശമായിട്ടാണ് സംസാരിച്ചത്. I'm sorry that I was so rude yesterday. That's okay. ക്ഷമിക്കണം കേട്ടോ, ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ലായിരുന്നു കേട്ടോ. അതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇനി ആവർത്തിക്കരുത് കേട്ടോ. I'm really sorry about what I said. I didn't mean to hurt you. That's fine. I hope you won't do it again. I'm really sorry about what I said. I didn't mean to hurt you. That's fine. I hope you won't do it again. നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരാമെന്ന് എങ്ങനെ ചോദിക്കും? ഹൗ ടു ആസ്ക് പീപ്പിൾ ടു ഡു സംതിങ് ഫോർ യു? വാതിൽ തുറക്കാവോ? പിന്നെ എന്നാ, തീർച്ചയായിട്ടും തുറക്കാം. കുഡ് യു ഓപ്പൺ ദ ഡോർസ് പ്ലീസ്? ഷ്യൂർ. എനിക്കൊരു കടിഞ്ചായ എടുത്ത് തരാമോ? പിന്നെ അതിനെന്നാ ഇപ്പം എടുത്തോണ്ട് വരേ. കുഡ് യു മേക്ക് എ കപ്പ് ഓഫ് ബ്ലാക്ക് ടീ പ്ലീസ്? യെസ്, ഓഫ് കോഴ്സ്. അവളുടെ ഫോൺ നമ്പർ ഉണ്ടോ നിൻ്റെ കയ്യിൽ? ഓ, ഇല്ലടാ, എൻ്റെ ഇല്ല. കുഡ് യു പ്ലീസ് ഗിവ് മീ ഹർ ഫോൺ നമ്പർ പ്ലീസ്? I'm sorry, but I don't know her number. എൻ്റെ ഈ പട്ടി ഈ ആഴ്ച ഒന്ന് നോക്കാമോ? അയ്യോ, സോറി കേട്ടോ, ഞങ്ങൾ ഈ ആഴ്ച ഒരു യാത്രയ്ക്ക് പോവാം. Could you please look after my dog this week? I'm afraid I can't. We're going for a vacation this week. പറ്റുമെങ്കിൽ വേറെ സീറ്റിലൊന്നും ഇരിക്കുമോ? അങ്ങനെയാണെങ്കിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് ഒന്നിച്ചിരിക്കായിരുന്നു. പിന്നെ അതെന്നാ ഇരുന്നോ. Do you mind moving your seat so that I and my wife can sit together? No, of course not. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് കോഴ്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണെന്ന് തോന്നും. പക്ഷേ അവിടെ അദ്ദേഹം പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവാണത്. കുറച്ച് പൈസ കടന്നു തരോ? അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ, ഞാൻ ആകെ ബുദ്ധിമുട്ടില്ല. ഡു യു മൈൻഡ് ലെൻഡിങ് മീ സം മണി? ഐ എം സോറി, ഐ എം ബ്രോക്ക്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരണോ? വുഡ് യു ലൈക്ക് മീ ടു മീറ്റ് യു അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ? വരുന്നോ? വീട്ടിലിറക്കി വിടാം കേട്ടോ, വേണമെങ്കിൽ കയറിക്കോ. ഡു യു വോണ്ട് മീ ടു ഗിവ് യു എ ലിഫ്റ്റ് ഹോം? ഞാൻ ആ ടി വി ഒന്ന് ഓൺ ചെയ്തോട്ടെ? പിന്നെ അതെന്നാ വെച്ചോ. ക്യാൻ ഐ സ്വിച്ച് ഓൺ ദ ടി വി? ഷുവർ, ഗോ അഹെഡ്. ആ ഫോണൊന്ന് തരാമോ? അയ്യോ, സോറി കേട്ടോ, പറ്റത്തില്ല. ക്യാൻ ഐ യൂസ് യുവർ ഫോൺ? നോ, ഐ എം അഫ്രൈഡ് നോട്ട്. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? പിന്നെ അതെന്നാ ഇരുന്നോ. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? നോ, ഓഫ് കോഴ്സ് നോട്ട്. ഇവിടെയും ഇത് പോസിറ്റീവാണ്, ഇരുന്നോളാനാണ് അർത്ഥം. നാളെ ഞാൻ ആ ബൈക്കൊന്ന് എടുത്തോട്ടെ? അയ്യോ, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടോ, എനിക്ക് വേണോ അത്. ഡു യു മൈൻഡ് ഇഫ് ഐ ബോറോ യുവർ ബൈക്ക് ടുമോറോ? യെസ്, ഐ എം അഫ്രൈഡ് ഐ ഡു. ഭയങ്കര ചൂട്, ജനൽ തുറന്നിടാം അല്ലേ? ഇറ്റ്സ് ഹോട്ട് ഹിയർ, ലെറ്റ്സ് ഓപ്പൺ ദി വിൻഡോ. നമുക്ക് ബസ്സിൽ പോയാലോ? ശരി, നമുക്ക് ബസ്സിൽ അങ്ങ് പോയേക്കാം. ഹൗ അബൌട്ട് ഗോയിങ് ദെയർ ബൈ ബസ്? സൗണ്ട്സ് ഗുഡ്. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അടിപൊളി, നമുക്ക് പോയേക്കാം. Why don't we go for a movie? Good idea. അരവിന്ദ് സ്വാമി ഒരു നല്ല നടനാണ് അല്ലേ? നീ പറഞ്ഞത് ശരിയാട്ടോ, പുള്ളി കൊള്ളാം.
I think Arvind Swamy is a brilliant actor. Absolutely. അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് കേട്ടോ. ഓ എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ വിശ്വസിക്കാൻ കൊള്ളാവുന്നൊന്നും. ഈസ് ഓണസ്റ്റ് മാൻ. ഐ ഡോണ്ട് തിങ്ക് സോ. കേക്ക് നല്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഓ ആണോ, നന്ദി കേട്ടോ. ദ കേക്ക് വാസ് റിയലി ഡെലിഷ്യസ്. ഐ എം ഗ്ലാഡ് യു ലൈക്ക് ഇറ്റ്. നിൻ്റെ പ്രസംഗം അടിപൊളിയായിരുന്നു കേട്ടോ. ഓഹോ, ഓ നന്ദി കേട്ടോ, താങ്ക് യു. യുവർ സ്പീച്ച് വാസ് ഗ്രേറ്റ്. താങ്ക് യു വെരി മച്ച്. ജോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ട് കേട്ടോ, അവനെ ആശുപത്രി കൊണ്ടുപോയി. ആണോ, എൻ്റെ പൊന്നെ കഷ്ടമായിപ്പോയല്ലോ. Joy has had a heart attack. He has been taken to the hospital. Oh, how terrible. ഇന്നലെ ഞാൻ കാറിലോട്ട് കയറാൻ തുടങ്ങിയപ്പോഴാണ് കാറിൻ്റെ ടയർ പഞ്ചറായിട്ടിരിക്കുന്നത്. അയ്യോ അങ്ങനെയാണോ? ഷോ. When I got to my car last day, I saw I had a flat tire. Oh no. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അയ്യോ ക്ഷമിക്കണം കേട്ടോ, ഒന്നുകൂടെ പറയാമോ? Are you following me? Are you with me? No, I'm sorry. Could you please explain that again, please? നമുക്ക് കോൺവെർസേഷൻ എങ്ങനെ നിർത്തി ബൈ പറയാം, സംസാരം നിർത്തിട്ട്. How to end a conversation and say goodbye. കണ്ട് സന്തോഷം, ഇച്ചിരി ധൃതിയുണ്ട് കേട്ടോ. ഓക്കെ, കാണാം കേട്ടോ. It was nice talking to you, but I have to go now. You too. See you around. ഓ ഒരുപാട് താമസിച്ചു. ശരി എന്നാൽ പിന്നെ കാണാം കേട്ടോ. I'm running terribly late. Okay, see you later. അപ്പോൾ പിന്നെ കാണാം കേട്ടോ. ഓ ശരി ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ, വിളിക്കണം കേട്ടോ. ഐ ഹോപ്പ് വി മീറ്റ് അഗെയിൻ സൂൺ. യെസ്, ലെറ്റ്സ് കീപ്പ് ഇൻ ടച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.